ഒന്ന് മനസ്സ് വെച്ച ഭവന വായ്പ അടയ്ക്കുന്നതോടൊപ്പം വലിയ വരുമാനം കൂടെ നേടാനായിട്ട് നമുക്ക് സാധിക്കും. വീടോ ഫ്ലാറ്റോ വാങ്ങുന്നതിന് മുമ്പ് ശമ്പള വരുമാനക്കാരും അല്ലാത്തവരുമായ ആളുകൾ ഒരു വായ്പ എടുക്കുന്നതായിട്ട്, അതായത് ഭവന വായ്പ എടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിലെ പല വായ്പകളും 25-30 വർഷക്കാലം നീളുന്ന വായ്പകളായിരിക്കും. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗം ഭാഗവും ഇതിൻ്റെ ലോൺ അടച്ചു തീർക്കുന്നതിനായിട്ട് ചിലവഴിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഇത്തരം ഭൂരിഭാഗം സമയവും നമ്മൾ ലോൺ അടച്ച് തീരുമ്പോൾ നമ്മൾ ലോൺ എടുത്ത തുകയുടെ ഇരട്ടിയിലധികം തുക നമുക്ക് തിരിച്ചടക്കേണ്ടതായിട്ടും വരുന്നു. അത്തരം സാഹചര്യങ്ങളിൽ ലോൺ അടച്ച് തീരുമ്പോഴേക്കും നമ്മൾ വാർദ്ധക്യം ബാധിക്കുകയും അല്ലെങ്കിൽ നമ്മുടെ വരുമാനം നിലയ്ക്കുകയും അതോടൊപ്പം തന്നെ നമുക്ക് ഇൻകം ഇല്ലാതായി തീരുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഭാവിയിലേക്കുള്ള ജീവിതത്തിലേക്ക് അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അത്തരം സാഹചര്യത്തിലാണ് ഈ ഒരു ചെറിയ സാമ്പത്തിക അച്ചടക്കം നമ്മൾ പാലിക്കുകയാണെങ്കിൽ ഈ ലോൺ അടവിന് ശേഷവും നമുക്ക് ജീവിക്കാനുള്ള തുക കണ്ടെത്താനായിട്ടുള്ള ഒരു മാർഗമാണ്. അത് ഏത് സാധാരണക്കാരനും ചെയ്യാവുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ലോണിൻ്റെ EMIയോടൊപ്പം നമുക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു സാധ്യതയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഭവന വായ്പ അടച്ചു തീരുന്നതോടൊപ്പം വലിയൊരു വരുമാനം അല്ലെങ്കിൽ വലിയൊരു റിട്ടേൺ ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ഒരു ചെറിയ സാമ്പത്തിക അച്ചടക്കമാണ്. അതായത് ചെറിയൊരു തുക നിങ്ങൾ SIP ആയിട്ട് മാറ്റി വെക്കേണ്ടതായിട്ട് വരും. അങ്ങനെ SIP ആയിട്ട് മാറ്റി വെക്കാനായിട്ടുള്ള ഒരു ഫണ്ട് കണ്ടെത്തുകയാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. ആ ഫണ്ട് കണ്ടെത്തുന്നതിനായിട്ട് നമ്മൾ ഒരുപാട് മ്യൂച്വൽ ഫണ്ട് സജഷൻസ് നമ്മൾ നേരത്തെ നമ്മുടെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും നിങ്ങൾക്ക് സജഷൻസ് ആവശ്യമുണ്ടെങ്കിൽ അത്തരം വീഡിയോകൾ കൂടി കാണാവുന്നതാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ SIP ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അടയ്ക്കുന്ന ലോണിൽ നിന്നും നമ്മൾ മൊത്തമായിട്ട് അടയ്ക്കുന്ന തുകയേക്കാൾ അധികം തുക നമുക്ക് ചെറിയ ഒരു തുകയുടെ SIP കൊണ്ട് നമുക്ക് എങ്ങനെ നേടാൻ സാധിക്കും എന്നുള്ള ഒരു കണക്കാണ് നമ്മൾ ഇനി പരിശോധിക്കാൻ പോകുന്നത്. നമ്മൾ ഉദാഹരണത്തിനായിട്ട് 30 വർഷത്തേക്ക് 25 ലക്ഷം രൂപയാണ് നമ്മൾ ലോൺ എടുത്തതെന്ന് വിചാരിക്കുക. ഇപ്പോഴത്തെ ഏവറേജ് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള 6.75% പലിശയ്ക്കാണ് നമ്മൾ വായ്പ എടുത്തതെന്ന് ചിന്തിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആകെ തിരിച്ചടയ്ക്കുന്ന തുക ഈ 30 വർഷം കൊണ്ട് നമ്മൾ തിരിച്ചടയ്ക്കുന്ന തുക എന്ന് പറയുന്നത് 58,37,000 രൂപയോളമായിരിക്കും. അതായത് അധികമായിട്ട് നമ്മൾ തിരിച്ചടയ്ക്കുന്ന തുക എന്ന് പറയുന്നത് 33,37,000 രൂപയാണ്. ഈ 30 വർഷത്തേക്ക് 25 ലക്ഷം രൂപയ്ക്ക് 6.75% പലിശ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മന്ത്ലി വരുന്ന EMI എന്ന് പറയുന്നത് 16,215 രൂപയും കൂടെ ആയിരിക്കും. ഇനിയാണ് നമ്മൾ ചെയ്യേണ്ട ഒരു ടെക്നിക്ക് ഇതിനകത്തിരിക്കുന്നത്. അതായത് നമ്മൾ അടയ്ക്കേണ്ട EMIയുടെ 10% തുക നമ്മൾ മാറ്റി വെച്ചുകൊണ്ട് അത് SIP ആയിട്ട് റിട്ടേൺ നൽകാൻ സാധിക്കുന്ന, നല്ല രീതിയിൽ റിട്ടേൺ നൽകാൻ സാധിക്കുന്ന ഒരു മ്യൂച്വൽ ഫണ്ടിൽ SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഇത്തരം സാഹചര്യത്തിൽ നമ്മൾ ലോൺ എടുക്കുമ്പോൾ തന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ലോണിൻ്റെ EMI എന്ന് പറയുന്ന തുക ഒരു പർട്ടിക്കുലർ തുകയുണ്ടാവും, പ്ലസ് അതിൻ്റെ 10% ആയിട്ടുള്ള തുക. നമ്മളിപ്പോൾ ഈ ചെക്ക് ചെയ്ത കാര്യത്തിലാണെങ്കിൽ ഈ ലോണിൻ്റെ EMI എന്ന് പറയുന്നത് 16,215 ആണ്. അതിൻ്റെ 10% എന്ന് പറയുന്നത് 1,620 രൂപ. അപ്പോൾ ഈ 16,215 പ്ലസ് 1,260 രൂപ, ഇത്രയും തുക നിങ്ങൾക്ക് മന്ത്ലി അടയ്ക്കാൻ സാധിക്കുന്ന സാഹചര്യത്തിലുള്ള ലോണായിരിക്കണം നിങ്ങൾ എടുക്കേണ്ടത്. അതിനനുസരിച്ചിട്ട് നിങ്ങൾ എത്ര തുകയ്ക്കാണ് എടുക്കുന്നത് അതിൻ്റെ 10% കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ള രീതിയിലുള്ള ഒരു EMI വേണം നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് ഈ ലോൺ എടുക്കാനായിട്ട്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ ലോൺ എടുക്കുമ്പോൾ ഈ 10% തുക നിങ്ങൾക്ക് മാറ്റിവെക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ വേറെ സംശയമില്ല. അപ്പോൾ ആ 10% തുക നമ്മൾ മാറ്റിവെച്ചുകൊണ്ട് SIP ആയിട്ട് കൂടുതൽ റിട്ടേൺ നൽകാൻ സാധിക്കുന്ന ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. ഇനി അതെങ്ങനെയാണെന്ന് പരിശോധിക്കാം. അതായത് നമ്മൾ നേരത്തെ നോക്കിയ ഉദാഹരണത്തിൽ നമ്മൾ പറഞ്ഞത് 16,215 രൂപ മന്ത്ലി EMI അടയ്ക്കേണ്ടതായിട്ട് വരുന്നു. ആ 16,215 രൂപയുടെ 10%, അതായത് 1,620 രൂപ നമ്മൾ മന്ത്ലി SIP ആയിട്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 12.5% റിട്ടേൺ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതേ 30 വർഷ കാലയളവ് നമ്മൾ EMIയോടൊപ്പം SIPയും കൂടെ കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മൾ അടയ്ക്കുന്ന തുക എന്ന് പറയുന്നത് 5,83,000 രൂപയായിരിക്കും. എന്നാൽ 30 വർഷത്തിന് ശേഷം 12.5% ഏവറേജ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന തുക എന്ന് പറയുന്നത് 63 ലക്ഷം രൂപയായിരിക്കും. അപ്പോൾ എന്താണ് മൊത്തത്തിൽ സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സൈഡിൽ കൂടെ ലോൺ അടച്ചു പോകുന്നു, നമ്മൾ ഏകദേശം 58 ലക്ഷം രൂപയോളം ലോൺ അടച്ച് തീർക്കേണ്ടതായിട്ട് വരുന്നു. അതോടൊപ്പം തന്നെ പാരലലി നമ്മൾ കൊണ്ടുപോകുന്ന SIP ഈ 30 വർഷ കാലയളവിന് ശേഷം നമ്മൾ തിരിച്ചെടുക്കുകയാണെങ്കിൽ 58 ലക്ഷം രൂപ നമ്മൾ ലോൺ അടച്ച് തീർന്നാലും ഈ 30 വർഷ കാലയളവിന് ശേഷം നമുക്ക് ഏകദേശം 63 ലക്ഷം രൂപയോളം നമ്മുടെ കയ്യിലിരിക്കുകയും ഈ 63 ലക്ഷം രൂപ നമ്മുടെ ഭാവിയിലേക്കുള്ള ജീവിതത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യുകയാണ് വരുന്നത്. അപ്പോൾ ഈ സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡ് വഴിയായിട്ട് നമ്മൾ ഭവന വായ്പ അടയ്ക്കുന്നതോടൊപ്പം നമ്മൾ ഈ മാറ്റി വെച്ച ചെറിയ തുക SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതോടൊപ്പം നമുക്ക് ശിഷ്ടകാലത്തിൽ, അതായത് ഈ ലോണിൻ്റെ കാലയളവിന് ശേഷമുള്ള ശിഷ്ടകാലത്ത് ചിലപ്പോൾ 50 വയസ്സിന് ശേഷമൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഈ ലോൺ അടച്ച് തീരുക. അപ്പോൾ ആ സമയത്ത് നമുക്ക് നല്ലൊരു ക്യാപിറ്റൽ ഉണ്ടാക്കുവാനായിട്ടും അത് വെച്ചിട്ട് നമ്മുടെ ഭാവി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ SIP ചെയ്യാനായിട്ട് നല്ല റിട്ടേൺ നൽകുന്ന ഫണ്ട് കണ്ടെത്തുകയാണ് ചെയ്യേണ്ടത്. അതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ചാനലിൽ തന്നെ ഒരുപാട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ നിങ്ങൾക്കുള്ള സംശയങ്ങൾ നമ്മുടെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ നമുക്കറിയാവുന്ന രീതിയിൽ നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് വഴിയോ
ഇല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴിയോ നമുക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ അത്തരം സംശയങ്ങൾ നമ്മളുടെ അറിവ് വെച്ച് നമ്മൾ തീർത്തരാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ ഉറപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഇത്തരം വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ട് കൂടെ ഷെയർ ചെയ്യാൻ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ഉപകാരപ്രദവും ഇൻട്രസ്റ്റിംഗുമായിട്ടുള്ള ഒരു വീഡിയോയുമായി വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും നന്ദി.